ഇന്ന് മാർച്ച് 12 അയ്യാ വൈകുണ്ഠസ്വാമി ജയന്തി. കേരള നവോത്ഥാനത്തിന്റെ ആദ്യകാല നായകൻ, സാമൂഹിക പരിഷ്കർത്താക്കളായ ശ്രീനാരായണ ഗുരുദേവൻ, ചട്ടമ്പിസ്വാമികൾ, അയ്യങ്കാളി തുടങ്ങിയ നവോത്ഥാന നായകന്മാർക്കൊപ്പം തങ്കലിപികളാൽ എഴുതപ്പെട്ട പേര്. 1809 കന്യാകുമാരി ജില്ലയിലെ പൂവാണ്ടൻ തോപ്പിൽ പൊന്നുമാടന്റെയും വെയിലാളമ്മയുടെയും മകനായി ജനനം. കുട്ടിയുടെ തേജസ്സുള്ള മുഖം കണ്ട് മാതാപിതാക്കൾ മുടിച്ചൂടാ പെരുമാൾ എന്ന പേരിട്ടെങ്കിലും അന്നത്തെ ദുഷിച്ച ലോകം ആ പേര് വിളിക്കാൻ അനുവദിച്ചില്ല. തുടർന്ന് മുത്തുക്കുട്ടിയെന്ന് പേര് മാറ്റി. എന്നിട്ടും അന്നത്തെ യാഥാസ്ഥിതികർ വിഷം നൽകി അപായപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ രോഗക്കിടക്കയിൽ നിന്നും എഴുന്നേറ്റോടിയ മുത്തുക്കുട്ടി തിരുച്ചെന്തൂരിലെ കടലിലേക്ക് എടുത്തുചാടി. മകൻ തിരിച്ചുവരുമെന്ന പ്രതീക്ഷയോടെ കാത്തിരുന്ന അമ്മയ്ക്ക് മുന്നിലേക്ക് 3-ാം നാൾ മുത്തുക്കുട്ടി മടങ്ങിയെത്തി. അപ്പോൾ മുതൽ മുത്തുക്കുട്ടി അയ്യ വൈകുണ്ഠരായി. സത്യാന്വേഷണത്തിന് വിഘാതമായി നിൽക്കുന്ന സാമൂഹിക വ്യവസ്ഥകളുടെ പൊള്ളത്തരങ്ങളെ തകർത്ത് ആധ്യാത്മിക മണ്ഡലത്തിൽ പരിശോഭിതനായി സ്വാമികൾ. ജാതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത് ജാതീയമായി നേരിടുന്ന അവഗണനയ്ക്കെതിരെ പോരാടിയ സാമൂഹ്യ പരിഷ്കർത്താവ്. 1836 കന്യാകുമാരി ജില്ലയ്ക്കടുത്തുള്ള ശുചീന്ദ്രത്ത് സ്വാമിത്തോപ്പിൽ സമത്വ സമാജം എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചു. മനുഷ്യരെല്ലാം ഒന്നാണെന്ന ബോധം സൃഷ്ടിക്കാനായിരുന്നു ഇത്. ഹൈന്ദവ യാഥാസ്ഥിതികരെയും വൈദേശിക മതപരിവർത്തന ശ്രമങ്ങളെയും ശക്തിയുക്തം എതിർത്തു. ഓരോ മനുഷ്യനിലും ദൈവമുണ്ടെന്ന് ഉദ്ഘോഷിച്ച അയ്യാ വൈകുണ്ഠസ്വാമി 1851 ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തി. മറ്റൊരു സാമൂഹ്യ വിപ്ലവത്തിന് ഇത് തുടക്കമായി. ഇവിടങ്ങളിൽ പൊതുകിണറുകൾ സ്ഥാപിച്ച് അവയ്ക്ക് മുന്തിരിക്കിണർ എന്ന പേര് നൽകി. ഏത് ജാതിയിൽപ്പെട്ടവർക്കും സന്യാസം സ്വീകരിക്കാമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തുവയിൽ പന്തി എന്ന പേരിൽ ഒരു പ്രസ്ഥാനത്തിന് രൂപം നൽകി. ഏകദൈവ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അയ്യാവഴി എന്ന ധർമ്മപാതയ്ക്കും സ്വാമി രൂപം നൽകി. ജാതിയൊன்றേ, മതം ഒன்றേ, ദൈവമൊன்றേ, നീതിയൊன்றേ എന്ന് സമൂഹത്തോട് ആദ്യമായി അരുൾ ചെയ്തു. കൂലി തന്നില്ലെങ്കിൽ ജോലി വേണ്ടെന്ന് തിരുവിതാംകൂറിലെ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഉച്ചനീചത്വങ്ങൾക്കെതിരെ സഹപന്തി ഭോജനം നടത്തി. മേൽജാതിക്കാരുടെ മാത്രം അവകാശമായിരുന്ന തലപ്പാവ് കീഴ്ജാതിക്കാരും ധരിക്കാൻ അയ്യാ വൈകുണ്ഠസ്വാമി ആഹ്വാനം ചെയ്തു. അയ്യാ വൈകുണ്ഠസ്വാമിയുടെ ജീവിതം പോരാട്ടമായിരുന്നു. സിദ്ധനായും പോരാളിയായും അവതാരമായുമൊക്കെ നിറഞ്ഞുനിന്ന ജീവിതം. 1851 ജൂൺ 3 അയ്യാ വൈകുണ്ഠസ്വാമി സമാധിയായി. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ ശതകോടി പ്രണാമം.